ദേ ആ നിൽക്കുന്ന കുടപ്പം കൊണ്ടൊരു കൂട്ടാനായാലോ. വാഴപ്പൂ പിന്നെ വാഴക്കൂമ്പ് എന്നൊക്കെ ഇവിടെ പറയൂ കേട്ടോ. സോ ഇതാ ഇത്ര എളുപ്പം പിച്ചുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിട്ടോ. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കറയൊക്കെ പോകും. പിന്നെ നല്ല ഫ്രഷ് വാഴപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുടപ്പൻ. ഒരു 2-3-4 തൊലിയൊക്കെ ഇങ്ങനെ ഇളക്കി കളഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് കൊത്തി ഞൊരു അരിഞ്ഞെടുക്കണം. നല്ല രീതിയിൽ അരിഞ്ഞ് സെറ്റായ സംഭവത്തിന് കണ്ടോ, ഈ സ്കിൽ എനിക്കില്ല കേട്ടോ, ഇത് അരിയുന്നത് ഞാനുമല്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു പാത്രത്തിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക, ഇച്ചിരി ഉപ്പിടുക, അതങ്ങോട്ട് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അടച്ചു വയ്ക്കുന്ന സമയത്തിന് നമുക്ക് കുറച്ച് തേങ്ങ തിരുകാൻ നല്ല മടിയായിരുന്നു, വെട്ടിക്കണ്ടിച്ചിട്ടു. 2 കാന്താരി മുളക്, കുറച്ച് ജീരകം, കറിവേപ്പില, 2 തണ്ട് വെളുത്തുള്ളി. പിന്നെ ഈ കുടപ്പൻ അടച്ചു വെച്ചേക്കുന്നത് തുറന്ന് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചതും കൂടെ ചേർത്ത് ബാക്കി അരപ്പും കൂടെ അരപ്പ് തട്ടിയിട്ട് ഉടനെ ഇളക്കണ്ട, അടച്ചൊരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മുടെ അടിപൊളി കുടപ്പൻ തോരൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് തോരൻ റെഡി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളണം. ഡു ട്രൈ ഇറ്റ് ഔട്ട്.